കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭക്തരെ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാനായിട്ട് നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് വരാം. അങ്ങനെ ഗണേശനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയൊക്കെ കണ്ട് നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുക. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. വലതേ ഭാഗത്തുള്ള ആദ്യത്തെ തൂണും നോക്കി നരസിംഹാവതാരത്തേക്കൊന്ന് സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ഇന്നിപ്പോൾ ഇങ്ങനെ കാൽപാദം കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ മുട്ടിൻ്റെ അവിടെ തന്നെ കുറച്ചൊന്ന് വളഞ്ഞിട്ടുണ്ട് കേട്ടോ, വളപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ലേശം മുട്ടിങ്ങനെ വളച്ച് കുമ്പിട്ട മാതിരിയായിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ അരയിൽ അരമണി കിങ്ങിണി വട്ടുകോണ കൊടുത്ത് അങ്ങനെ നോക്കി മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതിന് നടുക്കുള്ള ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ താമര അങ്ങനെ പറിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് ഒന്ന് കുനിഞ്ഞിട്ട് താമര പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. ഇടത്തെ കയ്യിലാണെങ്കിലും അതിൻ്റെ സ്വന്തം പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാഴ്ച. എന്നിട്ടോ പുഞ്ചിരിക്കുന്ന മുഖം. ഞാനൊരു താമരപ്പൂവ് പറിച്ചെടുത്തു അമ്മയെന്ന് പറയണ പോലെ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടതിങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ആ താമരപ്പൂവ് ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ കുറച്ചൊരു കുമ്പിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ്. നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചുവന്ന താമരമാലയാണ്. താമരമാല അങ്ങനെ തിരുമുടിമാലയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉണ്ടമാല 2 ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടുള്ള ഒന്നും, അതേപോലെ നല്ല തടിച്ചു വരേണ്ട തന്നെയാണ്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും, അങ്ങനെ 2 ഉണ്ടമാലകളും ഒരു തിരുമുടിമാലയും ഒക്കെ അണിഞ്ഞ് നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് വളരെ പ്രസന്നനായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ താമര പറിക്കാൻ പോയി താമര പറിച്ച് കിട്ടി, പൊന്നോടക്കുഴലും ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. ആ മനസ്സ് ഭഗവാന്റെ തിരുനടയിലാണ്, സോപാനപ്പടിയിലാണെന്ന് അങ്ങനെ കരുതുക. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ. ആ പൊന്നുണ്ണിക്കണ്ണനെ, താമര ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ അങ്ങനെ കണ്ട് മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയും ഒക്കെ കണ്ട് ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും അതേപോലെ ആ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് തൊഴുതിങ്ങനെ വന്ന് ആ മായാദേവീനെ കാണാം. അതേപോലെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം.
പിന്നീട് നമ്മൾ കാണുന്നത് വാമന രൂപമാണ്, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും. അത് രണ്ടും കണ്ടങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വന്ന് അവിടെയും പ്രാർത്ഥിക്കാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ട് മുരുകനെയൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ താമരക്കണ്ണനെയും കണ്ടു തൊഴാം. പിന്നീട് അവിടെ നിന്ന് തന്നെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം. പിന്നെ നമ്മൾ നേരെ ആ മണിക്കിണറും നൃത്താറയും അതേപോലെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ടു തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. ഭഗവതിയുടെ അടുത്ത് എത്തിയ ഭഗവതിയെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇനിയിപ്പോൾ ഫെബ്രുവരി 6-നാണ് ദേവസ്വം താലപ്പൊലി ഭഗവതിയുടെ. വീണ്ടും പിള്ളേർ താലപ്പൊലി കഴിഞ്ഞു, ഇനി ദേവസ്വം താലപ്പൊലി. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ നമ്മൾ വന്ന് അവിടെ നിന്ന് അമ്മയെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം ലഭിച്ച പോലെയാവും. പിന്നീട് അവിടുന്ന് നമ്മളിങ്ങനെ തൊഴുത് അവിടുന്ന് പോകുന്ന നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഉണ്ണീനെ താമരയും ഓടക്കോഴിലും പിടിച്ച് ഒന്നിങ്ങനെ താമര പറിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മളവിടുന്ന് പോന്ന് കൂത്തമ്പലത്തിലും വന്ന് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഇപ്പം ഇന്നലെ മകരവിളക്കൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ആലസ്യമൊക്കെയാണ്. അപ്പോൾ ആ അയ്യപ്പസ്വാമീനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവാന്റെ, അതായത് ശ്രീകൃഷ്ണൻ്റെ ചെറിയ ഉണ്ണിക്കണ്ണനെ പൂജിച്ചിരുന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് അതൊന്ന് തൊഴുത് പിന്നീട് നമ്മൾ ഭഗവതി നടയിലും കിഴക്ക് ഭാഗത്തുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരിക്കൽ കൂടി ഭഗവാനെ കണ്ട് തൊഴുത്ത് അങ്ങനെ നമ്മൾ തെക്കേ നടയിലും വന്ന് തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഹരേ കൃഷ്ണ.